ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് പുതിയ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ പത്മിനി ഗോപിനാഥ്. നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ചന്തക്കുന്ന് പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ച ആർക്കിടെക്ട് സിയാദ് കെ സലീമിന് തുടർ കൺസൾട്ടൻസി സേവനങ്ങൾക്കായി നൽകാനാണ് നഗരസഭാ ഭരണസമിതി തീരുമാനമെടുത്തത്. നിലമ്പൂർ നഗരത്തിലെ പൊതുഗതാഗത കേന്ദ്രമായിരുന്ന ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുതിയ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 2018 പൊളിച്ചു മാറ്റിയത്. ബസ് സ്റ്റാൻഡ് സൗകര്യമില്ലാത്തതിനാൽ യാത്രക്കാരും പൊതുജനങ്ങളും വിദ്യാർത്ഥികളും സ്ത്രീകളും വയോജനങ്ങളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളും ദീർഘകാലമായി വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു വരികയാണ്. ആർക്കിടെക്ട് സിയാദ് കെ സലീം ബസ് സ്റ്റാൻഡ് നിർമ്മാണ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സർവേ പ്ലാൻ, ഡിസൈൻ, 3D വ്യൂ തുടങ്ങിയ പ്രധാന ഭാഗം പൂർത്തീകരിച്ചിരുന്നു. ഇതിനായി നഗരസഭ 6 ലക്ഷം രൂപ അനുവദിച്ചതുമാണ്. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ഭരണസമിതി ലേ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് 2025 ജനുവരി 25 കരാർ നൽകുകയും 15,57,480 രൂപ നൽകുകയും ചെയ്തത്. DPRന് ആവശ്യമായ അംഗീകാരങ്ങൾ ലഭിക്കാതിരിക്കുകയും ടൗൺ പ്ലാനർ നിർദ്ദേശിച്ച അപാകതകൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പദ്ധതി കാലതാമസം നേരിട്ടതായി കൗൺസിൽ യോഗം വിലയിരുത്തി. ലേ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് നൽകിയ കരാർ ഒഴിവാക്കാനും നൽകിയ സംഖ്യ തിരിച്ചുപിടിക്കാനും 2026 ജൂലൈ 8 തീരുമാനിച്ചിരുന്നു. പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കേണ്ട ആവശ്യകത, മുൻപ് പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ പ്രയോജനപ്പെടുത്തൽ, പൊതുധന സംരക്ഷണം, കാലതാമസം ഒഴിവാക്കൽ, ബസ് സ്റ്റാൻഡ് നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കേണ്ടതായ പൊതു താൽപര്യ ആവശ്യകത എന്നിവ പരിഗണിച്ചാണ് മുൻപ് ബസ് സ്റ്റാൻഡ് പദ്ധതിയുടെ DPR പ്രവർത്തനങ്ങളുടെ പ്രധാന ഭാഗം പൂർത്തീകരിച്ച ആർക്കിടെക്ട് സിയാദ് കെ സലീമിന് പുതിയ കരാർ നൽകുന്നത്. ലീൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നഗരസഭയുമായി ഉണ്ടാക്കിയ കരാർ ലംഘനം നടത്തിയെന്നുള്ളത് മാത്രവുമല്ല, നഗരസഭാ സെക്രട്ടറിയും അതുപോലെ തന്നെ ടൗൺ പ്ലാനിംഗ് കമ്മിറ്റിയും ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ DPRുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ പ്രവർത്തനം അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്താണ് വീണ്ടും നിലവിലെ ഭരണസമിതി ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും അതിൻ്റെ രേഖകൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്ക് ശ്രമിച്ചപ്പോൾ അതിനു മുൻപേ നഗരസഭയുമായി എഗ്രിമെൻ്റ് വെച്ച സിയാദ് കെ സലീമിൻ്റെ രേഖകളും AXC അടക്കമുള്ള ആളുകൾ നഗരസഭയുടെ സബ് കമ്മിറ്റിയെല്ലാം വളരെ വിശദമായി പരിശോധിച്ചപ്പോൾ നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ കാലതാമസമില്ലാതെ അതേസമയം തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പദ്ധതി DPRൽ അദ്ദേഹം നൽകിയിരുന്നത് പ്ലാന്, സ്കെച്ച്, 3D അടക്കമുള്ള കാര്യങ്ങൾ ഏതാണ്ട് DPRൻ്റെ മിക്കവാറും കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ. അത് ഏറ്റെടുക്കുന്നതാണ് ലാഭകരവും സൗകര്യപ്രദവുമെന്ന് AXC ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചപ്പോൾ പൊതുജന താൽപര്യാർത്ഥവും നഗരസഭ മുമ്പ് ലീ ഇൻഡസിന് നൽകിയത് 15,57,480 രൂപയായിരുന്നു. ആ തുക ലീ ഇൻഡസിൽ നിന്ന് തിരിച്ചു പിടിക്കുകയും നേരത്തെ സിയാദ് കെ സലീമിന് നൽകിയ 6 ലക്ഷം രൂപ അത് നിലനിർത്തിക്കൊണ്ട് ബാക്കി തുക നൽകിയാൽ മതി എന്ന ധാരണയാവുകയും ഇങ്ങനെ സാമ്പത്തികമായി ലാഭം, കാലതാമസത്തിൻ്റെ കുറവ് പരിഹരിക്കൽ, പൊതുജന താൽപര്യാർത്ഥം ഈ 6-7 വർഷക്കാലമായി സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും വൃദ്ധരും അടങ്ങിയ യാത്രക്കാർക്കും അതേമാതിരി വാഹന സൗകര്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകത്തക്ക രീതിയിൽ എത്രയും പെട്ടെന്ന് പുതിയ DPR ഉണ്ടാക്കാൻ തുടർ പ്രവർത്തനം നടത്താനും ഇന്നത്തെ കൗൺസിൽ ഏകകണ്ഠമായി സിയാദ് കെ സലീം എന്ന ആർക്കിടെക്റ്റിന് തുടർ നടപടികൾക്കായി നൽകാനുള്ള തീരുമാനമെടുക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരവും സന്തോഷകരവുമായ അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിലാണ് ഇന്നത്തെ കൗൺസിൽ പിരിഞ്ഞത്. ആവശ്യമായ സാങ്കേതിക തിരുത്തലുകൾ, അംഗീകാരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി മാർക്കറ്റ് നിരക്കും നിയമാനുസൃത വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയാണ് പുതിയ കരാർ നൽകിയതെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് വ്യക്തമാക്കി.
എല്ലാവരും തീരുമാനത്തെ പിന്തുണച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ ഉണ്ടാകും. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേര് നൽകുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തുംപടിക്കലും വ്യക്തമാക്കി. ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതേ കൗൺസിൽ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു ബസ് സ്റ്റാൻഡിന് മുൻ മന്ത്രിയും ദീർഘകാലം നിലമ്പൂരിലെ MLA-യുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പേര് നൽകാനും അങ്ങനെ ആര്യാടൻ മുഹമ്മദ് സ്മാരക മുനിസിപ്പൽ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടാനും അതിനുവേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. അത് പ്രമേയം അവതരിപ്പിക്കാൻ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രമേയം അവതരിപ്പിക്കാൻ വാർഡിന്റെ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി എനിക്ക് ഭാഗ്യം ചെയ്തു. അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ കുഞ്ഞുദ്ദീൻ സൗഖ്യത്തിൽ പിന്താങ്ങുകയും ചെയ്തു. വളരെ നല്ല രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ പോകുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം, നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ബസ് സ്റ്റാൻഡിൽ 220 ബസ്സുകൾ 550 ട്രിപ്പുകൾ വരുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഭിന്നശേഷിക്കാരും ഒക്കെ അടക്കം വരുന്ന വലിയ ആളുകൾ വലിയ ദുരിതത്തിലായിരുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിലാണത് ജീർണാവസ്ഥയിലായ സമയത്ത് അത് പൊളിച്ച് പുതിയ കെട്ടാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളവർക്ക് അതിലിപ്പോൾ തന്നെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും അതുപോലെ തന്നെ ആ വാർഡ് കൗൺസിലറായി എന്നിവർക്ക് എനിക്ക് നിയോഗം വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. വളരെ അതിപ്രധാനമായി വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പണികളുമായി മുന്നോട്ട് പോകാനാണ് കൗൺസിൽ തീരുമാനം. അതുമായി മുന്നോട്ട് പോകും. വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർ ഫ്രാൻസിസ് അമ്പലത്തിങ്ങലും പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ, ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. Fatima Arts and Science College, മൂത്തേടം, എടക്കര, നിലമ്പൂർ.